ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹീതരായ പ്രിയ സഹോദരിമാരെ, ഏവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവായ ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാം ഇന്ന് ചിന്തിക്കുന്നത് 34 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കേണ്ടി വന്നില്ല. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മുഖം പ്രകാശിക്കുന്നു. അത് ലജ്ജിക്കേണ്ടി വരുന്നില്ല. അത് ശത്രുവിനാൽ നിന്ദിക്കപ്പെടുന്നില്ല, പരിഹസിക്കപ്പെടുന്നില്ല. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു, മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ വെളിച്ചം ക്രിസ്തുവിൽ നിന്നും അവനിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. നാം ബൈബിളിൽ ഉടനീളം കാണുന്നു, ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തവരുടെ ജീവിതമെല്ലാം ഒരുപോലെ മാറ്റപ്പെട്ടു. അവർ പ്രകാശിതരായി. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മോശ ദൈവ സാന്നിധ്യത്തിൽ പർവ്വതത്തിലിരുന്നു. എന്നാൽ തിരികെ താഴെ ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം പ്രകാശിച്ചിരുന്നു. അവനെ നോക്കുവാൻ ഇസ്രായേലിയർക്ക് സാധിച്ചില്ല. അപ്പോസ്തല പ്രവർത്തനം 6:15 സ്റ്റീഫൻ ആദിമ രക്തസാക്ഷിയായിരുന്നു. എന്നാൽ അവനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖം ഒരു ദൂതനെ പോലെയായിരുന്നു. താൻ ഏൽക്കുന്ന കല്ലുകളെല്ലാം അവന്റെ ശരീരത്തെ വേദനിപ്പിച്ചില്ല. അപ്പോഴും അവൻ കർത്താവിനെ സന്തോഷിക്കുകയായിരുന്നു. അവൻ സ്വർഗത്തെ നോക്കി കർത്താവ് ക്രിസ്തു പിതാവ് ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പോഴും ഓരോ കല്ലുകൾ തന്നെ ശരീരത്ത് പതിക്കുമ്പോഴും അവന് വേദനയായി തോന്നിയില്ല. അവന് സന്തോഷമായി അത്രേ തോന്നിയത്. ഹല്ലേലൂയ. അവൻ കർത്താവിനെ കണ്ടു, നോക്കി. അവന്റെ മുഖം ദൂതനെ പോലെ പ്രകാശിച്ചുവെന്ന് വചനം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഭയവും ഉത്കണ്ഠയും നിറയും. എന്നാൽ ക്രിസ്തു യേശുവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ അത് നമുക്ക് അനുകൂലമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 12 വർഷത്തോളം രക്തസ്രാവമുള്ള സ്ത്രീ പല മരുന്നുകൾ കഴിച്ചുവെങ്കിലും അവൾക്ക് സൗഖ്യം വന്നില്ല. എന്നാൽ അവൾ വിശ്വാസത്തോടെ കർത്താവ് ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലും തൊട്ടപ്പോൾ അവൾ സൗഖ്യമുള്ളതായി തീർന്നു. ഹല്ലേലൂയ. അവളുടെ ജീവിതം പ്രകാശിച്ചു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടുവിലായിരിക്കാം നിങ്ങൾ. എങ്കിലും ജീവിതത്തിൽ തളർന്നിരിക്കുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾ പ്രകാശിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങൾ സന്തോഷിക്കും, കർത്താവിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ആകിയാൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടായാലും അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ, അവിടുത്തെ മുഖത്തെ പ്രകാശം ഞാൻ സ്വീകരിക്കുവാൻ, ആ പ്രകാശം എൻ്റെ ജീവിതത്തെ ഇരുട്ടുകളെ മാറ്റി നന്മയിലേക്ക് നയിക്കുവാൻ, അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ, എല്ലാ പ്രശ്നങ്ങളെയും ഹല്ലേലൂയ സന്തോഷത്തോട് നേരിടുവാൻ, അവിടുത്തെ തേജസ്സോട് നേരിടുവാൻ അവർ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപ